على نور. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, തിരുനബിയുടെ ജീവചരിത്രത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ എന്ത്, ആ രീതിയിലാണ് നമ്മുടെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച്, ശേഷം അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്, അള്ളാഹുവിന്റെ റസൂലിന് മുലയൂട്ടിയ സ്ത്രീകൾ, ഇവരൊക്കെ സംബന്ധിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ സംരക്ഷണത്തിലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ് അബൂ താലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ. അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സദാസമയം കൂടെ കൂട്ടി രാത്രി ഉറങ്ങുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് അബൂ താലിബിന്റെ കൂടെയായിരുന്നു. ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഏത് സമയത്തും ഉണ്ടായ ഒരാളാണ് അബൂ താലിബ്. അബൂ താലിബിന്റെ മരണസമയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ താലിബ് മരണാസന്നമായി കിടക്കാണ് വീട്ടില്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ ഭാഗത്ത് വന്നിരുന്നു. അബൂജഹലും മറ്റുള്ള നേതാക്കന്മാരൊക്കെ ചുറ്റുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് അബൂ താലിബിന്റെ ശരീരം മുഴുവനൊന്നു തടവി. എന്നിട്ട് പറഞ്ഞു, യാ അം ഖുൽ കലിമത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹാജ്ജുക ബിഹാ ഇൻദല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തൊന്ന് അങ്ങ് പറ. ആ കലിമത്ത് വെച്ച് നാളെ ആഖിറത്തിൽ അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ അബൂ താലിബ് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട്. അബൂജഹലും മറ്റുള്ള നേതാക്കന്മാരും വന്ന് പറയരുത്, അബൂ താലിബ് ഇത് പറയരുത്, നമ്മുടെ പിതാക്കന്മാരുടെ മതത്തിൽ തന്നെ ആയിട്ട് താങ്കൾ മരണപ്പെടണം. അബൂ താലിബ് മനസ്സുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഈ ദീൻ ഹക്കാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ മാത്രം ഒരാൾ മുവഹിദാവുകയില്ല, മുഅ്മിനാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അബൂ താലിബ് മുഅ്മിനാകണമായിരുന്നു. അബൂ താലിബ് മരണപ്പെട്ടു, കാഫിറായി മുശ്രിക്കായി മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത സങ്കടത്തിലായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്, വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ട്. കാരണം അള്ളാഹിന്റെ റസൂൽ അത്രയും ഇഷ്ടപ്പെട്ട് ആ രീതിയിൽ റസൂലിന്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്ത് അള്ളാഹിന്റെ റസൂലിനെ വളർത്തിയ ആളാണ്. റസൂൽ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ വലിയ നിഅമത്തിന്റെ അതിന്റെ ആ മഹത്വം നാം തിരിച്ചറിയേണ്ടത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളിൽ നിന്നും ആ രീതിയിൽ സംരക്ഷിക്കുകയും അള്ളാന്റെ റസൂലിന് താങ്ങും തണലുമായി നിന്ന അബൂ താലിബ് സ്വന്തം മക്കളെക്കാൾ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, കൂട്ടി. അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ല. മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, എന്നിട്ടും അത് ഉൾക്കൊള്ളാനോ അതിന്റെ വാക്താവാകാനോ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ ഹിദായത്തിന്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്. നമ്മൾ ആരും ആയിരുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ആ ഹിദായത്ത് എന്ന ആ വലിയ സൗഭാഗ്യം, വലിയ നിഅമത്ത് നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഏത് സമയത്തും അതിനുവേണ്ടി നമ്മൾ ശുക്റുള്ളവരാകണം. അതിന് ഇസ്തിഖാമത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഏറെക്കുറെ മോശമായ ചില പ്രവർത്തനങ്ങളും പരസ്പര അക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്രായത്തിൽ തന്നെ യാതൊരു ജാഹിലിയത്തിന്റെ ഒരു രൂപവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും എല്ലാ മോശത്തരങ്ങളിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. കഅബ പുതുക്കി പണിയുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാകുന്നതിന്റെ മുമ്പ് കഅബ പുതുക്കി പണിയുന്ന സമയം ഓരോരുത്തരും കല്ലുകൾ കൊണ്ടുവന്ന് ആ കഅബ പുതുക്കി പണിയാണ്. ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ്, പിതൃവ്യ സഹോദരനാണ്. അതേപോലെ തന്നെ മുലകുടി ബന്ധത്തിൽ അള്ളാന്റെ റസൂലിന്റെ സഹോദരനുമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, റസൂൽ അപ്പൊ ചെറുപ്പക്കാരനാണ്, ചെറിയ കുട്ടിയാണ്. ആ വസ്ത്രം അഴിച്ച് ആ വസ്ത്രം ചുറ്റി തലയിൽ വെച്ച് കല്ല് തലയിൽ വെച്ച് കൊണ്ടുപോകും, എന്നാൽ ഇതിന്റെ ശരീരത്തിന് പാടുകൾ ഉണ്ടാകൂല. അങ്ങനെ ആ കല്ലെടുത്ത് റസൂലിന്റെ വസ്ത്രം അഴിച്ച് തലയിൽ ചുറ്റി തലയിൽ വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായിട്ട് വീണു. പെട്ടെന്ന് ബോധം വന്നു. അള്ളാഹുവിന്റെ റസൂൽ വേഗം ഔറത്ത് മറച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് വെളിവായിട്ടില്ല. ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. അബൂ താലിബിന്റെ കൂടെ ജീവിക്കുന്ന കാലഘട്ടം, തുടക്ക കാലഘട്ടം, അബൂ താലിബ് ഏത് സ്ഥലത്ത് പോകുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ കൂട്ടും. കാരണം ഒറ്റയ്ക്ക് നിർത്താൻ പേടിയാണ്, അത്രയും സംരക്ഷിച്ചിരുന്നു. അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സായ സമയം അബൂ താലിബ് ഷാമിലേക്ക് ഒരു യാത്ര പോവാണ്. കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് ഒരു യാത്ര പോവാണ്. ആ യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ കൂട്ടി. അള്ളാഹുവിന്റെ റസൂലിന് അന്ന് 12 വയസ്സ്. യാത്രക്കിടയിൽ ഇറാഖിലുള്ള ബുസ്റ, അഥവാ ഇന്നത്തെ നമ്മൾ പറയുന്ന ബസറ, ആ ബുസ്റ എന്ന സ്ഥലത്ത് എത്തി. അവിടുന്നാണ് ബഹീറ എന്നൊരു പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ, അഹ്ലു കിതാബ്, ജൂത പുരോഹിതൻ, അഹ്ലു കിതാബാണ്. ആ ജൂത പുരോഹിതൻ ഈ മക്കയിൽ നിന്ന് വന്ന ഈ സംഘത്തെ ശ്രദ്ധിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപവും അള്ളാഹിന്റെ റസൂലിന്റെ സംസാര ശൈലിയും അതേപോലെ തന്നെ റസൂലിന്റെ മറ്റുള്ള രൂപസാദൃശ്യങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം മനസ്സിലാക്കി ഇതൊരു പ്രവാചകനാകാം. കാരണം അഹ്ലി കിതാബുകാരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് യഅരിഫൂനഹു കമാ യഅരിഫൂന ആബാഅഹും അല്ല അബ്നാഅഹും, അവര് അവരുടെ മക്കളെ തിരിച്ചറിയുന്നത് പോലെ അള്ളാഹിന്റെ റസൂലിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷെ അവർ അത് അംഗീകരിച്ചില്ല. കാരണം അവരുടെ കിതാബിൽ
ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു. അപ്പൊ ആ ഒരു പുരോഹിതൻ, ജൂത പുരോഹിതൻ ബഹീറ, ഈ സംഘത്തിൽ, മക്കയിൽ നിന്ന് വന്ന ഈ സംഘത്തിൽ ഇനി വരാനിരിക്കുന്ന മുഹമ്മദ് എന്ന പ്രവാചകൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തേക്ക് വിളിച്ചു. ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലിനെ അടുത്തേക്ക് വിളിച്ചു, റസൂലിന്റെ കൈ പിടിച്ചു, ചേർത്ത് നിർത്തി. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച ആ നുബൂവത്തിന്റെ അടയാളം, റസൂലിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് ചെറിയ രീതിയിലൊരു കറുത്ത ഇതുണ്ടായിരുന്നു, നുബൂവത്തിന്റെ അടയാളമാണ്. അത് നോക്കി, അത് കണ്ടു, അത് മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു ആ ഖുറൈശികളോട്, ഹാദാ സയ്യിദുൽ ആലമീൻ, ഇത് ലോകത്തിന്റെ നേതാവാണ്. ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ മുർസലാണ്, റസൂലാണ് ഈ മകൻ. ഹാദാ യബ്അസുഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, മാലോകർക്ക് റഹ്മത്തായിട്ട് ഈ മകൻ അള്ളാഹു റസൂലായി നിയോഗിക്കും. ബഹീറ പറഞ്ഞ വാക്കാണ്. അപ്പൊ ആ സംഘത്തിലുണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു, വമാ ഇൽമുക ബിദാലിക്, നിനക്ക് എങ്ങനെ ഇത് മനസ്സിലായി? ഈ 12 വയസ്സുള്ള ഈ മകൻ, നമ്മുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന ഇവൻ മാലോകർക്ക് റസൂലായി നിയോഗിക്കപ്പെടുമെന്നും മാലോകരുടെ നേതാവാണെന്നും താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ വലിയ മലകളും അതുപോലെ തന്നെ മലഞ്ചെരുവുകളൊക്കെ താണ്ടി ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോ ഈ മകൻ കടന്നു പോകുന്ന ഓരോ കല്ലും അതുപോലെ തന്നെ ഓരോ മരവും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അഹ്ലു കിതാബ് അവരുടെ കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കല്ലും മരങ്ങളൊക്കെ സുജൂദ് ചെയ്യുന്നതായിട്ട്. അപ്പം അദ്ദേഹം പറയാം, ലാ യസ്ജുദൂന ഇല്ലാ ലിനബിയ്യിൻ, ഒരു നബിയുടെ മുമ്പിലല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും സുജൂദ് ചെയ്യുകയില്ല. വ ഇന്നാ നജിദുഹു ഫീ കുതുബിനാ, അതാണ് നമ്മുടെ കിതാബിൽ, തൗറാത്തിലും ഇൻജീലും ഒക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ പഠിച്ചു വെച്ചത്. എന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, ഈ മകനെ നീ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. യഹൂദികളെങ്ങാനും ഈ മകനെ കണ്ടാൽ അവർ വകവരുത്തും. കാരണം യഹൂദികള് ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ നമ്മളിലാണ് വരിക എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് മക്കയിൽ, നിങ്ങൾ അറബികളായ മക്കാരിലാണ് ആ പ്രവാചകൻ വന്നതെന്ന് കണ്ടാൽ അവർ വകവരുത്തും, അവർ ഉപദ്രവിക്കും. മുന്നറിയിപ്പ് നൽകി, യഹൂദികളെ സൂക്ഷിക്കണം, അവർ ഈ മകനെ വകവരുത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ മകനെ കണ്ടാൽ അവർക്ക് തിരിയും ഇത് പ്രവാചകനായി വരേണ്ട ആളാണ് എന്ന്. അബൂ താലിബ് യാത്ര അവിടെ അവസാനിപ്പിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി തിരിച്ച് മക്കയിലേക്ക് വന്നു. ഇതാണ് ഒന്നാമത്തെ അള്ളാഹിന്റെ റസൂലിന്റെ ഷാം യാത്ര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ ജീവിച്ച് വളർന്ന് വലുതായി യുവാവായി. 20-25 വയസ്സിനിടയിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിക്കാൻ തുടങ്ങി, ജോലിക്കാരനായി. ആ നാട്ടിൽ ഒരാൾക്കും അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് യാതൊരു പരാതിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാണ്, എല്ലാവരാലും സുസമ്മതനാണ്. ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, ആട്ടിടയനായി ജീവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കക്കാര ആടുകളുമായിട്ട് ഞാൻ തുച്ഛം ദീനാറിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ആടുകളെ മേയിച്ച് നടന്നിരുന്നു എന്ന് സഹാബാക്കളോട് പറയുന്നുണ്ട്. ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയിച്ചു. ആ രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, മക്കയിൽ അറിയപ്പെട്ട കച്ചവടക്കാരിയായിരുന്നു, ഒരു വലിയ ഉന്നത ഖുറൈശി തറവാട്ടിൽ ജീവിക്കുന്ന സ്ത്രീയാണ്. ആദ്യം 2 വിവാഹം കഴിഞ്ഞു, 2 ആൾക്കാരും മരണപ്പെട്ടു, അതിന് മക്കളുണ്ട്. പിന്നെ വിധവയായി മക്കയിൽ ജീവിക്കുന്ന ആളാണ്. കച്ചവടത്തിന് വേണ്ടിയിട്ട് മഹദി ചെയ്തിരുന്നത്, അവരുടെ ചരക്ക് മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കും. അവര് യാത്ര ചെയ്യൂ, വിദൂരത്ത് യാത്ര ചെയ്യൂലല്ലോ. അവര് കച്ചവടത്തിന് വേണ്ടി
ആ സമൂഹത്തിൽ മക്കക്കാരിൽ നിന്നും യോജിച്ച ആളെ തിരഞ്ഞെടുത്ത് വിശ്വസ്തയോടെ കച്ചവടത്തിന് ചരക്കുകൾ ഏൽപ്പിക്കും. അവര് പോയി ഷാമിലും മറ്റു യമനിലൊക്കെ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു വന്ന് ആ ലാഭം ഖദീജ റളിയല്ലാഹു അൻഹക്ക് നൽകും. അങ്ങനെയായിരുന്നു മഹദി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. സമ്പന്നയായ സ്ത്രീയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു അടിമയുണ്ട്, മൈസറ. മൈസറ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിഞ്ഞു. വിശ്വസ്തനാണ്, ഏത് കാര്യവും വിശ്വസ്തയോടെ ഏൽപ്പിക്കാം. കാരണം ഖദീജ റളിയല്ലാഹു അൻഹയെ ആ കൊണ്ടുപോകുന്ന കച്ചവടത്തിന് വേണ്ടി ചരക്കുകൾ കൊണ്ടുപോകുന്ന ആൾക്കാർ വഞ്ചിക്കൽ പതിവായിരുന്നു, ചതിക്കൽ പതിവായിരുന്നു. കാരണം വിധവയ ഒരു സ്ത്രീയാണ്. പൂർണ്ണമായിട്ടും കച്ചവടം ലാഭത്തിലല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോടും പരാതി പറയാൻ കഴിയുന്നില്ല. ആ സമയത്താണ് മൈസറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെ സംബന്ധിച്ച് അറിയുന്നത്. മൈസറ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുഹമ്മദ് എന്നൊരാളുണ്ട്, വിശ്വസ്തനാണ്, ഏത് രീതിയിലുള്ള കച്ചവടം ഏൽപ്പിക്കാൻ പറ്റും. കാരണം ആ രീതിയിലാണ് സംസാരിക്കുന്നത്, ആരാലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെ മൈസറയാണ് ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അന്ന് അല്ലാഹുവിന്റെ റസൂലായിട്ടില്ല, യുവാവാണ്, 25 വയസ്സുള്ള യുവാവാണ്. അങ്ങനെ മൈസറയുമായി ഒന്നിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരക്കുമായി അല്ലാഹുവിന്റെ റസൂലിന് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടു. ഷാമിലേക്ക് പുറപ്പെട്ടു കച്ചവടത്തിന് വേണ്ടിയിട്ട്. ആ പോകുന്ന യാത്രയിൽ മൈസർ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ട്. യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം, ആൾക്കാരോടുള്ള സംസാരം, പെരുമാറ്റം, ഇതൊക്കെ മൈസറയെ വല്ലാതെ ആകർഷിച്ചു. റസൂലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില അത്ഭുത കാര്യങ്ങള്, റസൂലിന്റെ കൂടെയുള്ള സഹവാസം മൈസറയെ വല്ലാതെ ആകർഷിച്ചു. ആ വർഷം കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടി. വിശ്വസ്തയോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരക്ക് തിരിച്ച് ഖദീജ ഏൽപ്പിച്ചു. സമ്പത്ത്, ലാഭം. ആ ലാഭം കണ്ട് മൈസറ ഖദീജ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റസൂലിന്റെ പെരുമാറ്റവും ആൾക്കാരുടെ സംസാരവും മറ്റുള്ള ആൾക്കാരിൽ കാണാത്ത ചില പ്രത്യേകതകൾ മൈസർ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ കണ്ടു. അങ്ങനെ പിന്നെയും സാധനവുമായിട്ട് ഷാമിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. ഒരു കുന്നിൻ ചെരുവാണ്. ആ കുന്നിന്റെ മുകളിൽ ഒരു മന്ദിരമുണ്ട്, ജൂത പുരോഹിതന്മാരുടെ മന്ദിരമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു മരച്ചുവട്ടിൽ കിടന്ന് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് മൈസറ കുറച്ചപ്പുറം അവരുടേതായ കാര്യങ്ങൾ ചെയ്യാണ്. യാത്രക്കിടയിൽ വിശ്രമിക്കാനിരുന്നതാണല്ലോ. ജൂത പുരോഹിതന്മാരുടെ ആ മന്ദിരത്തിൽ നിന്നും ഒരു പുരോഹിതൻ പുറത്തേക്ക് വന്നു. അവർ വരുമ്പം കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നതാണ്. അവർ റസൂലിന്റെ അടുത്തേക്ക് വന്നു. റസൂലിന്റെ മുഖം കാണാൻ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുകയാണ്. മൈസറ ദൂരത്ത് നിന്ന് കണ്ടു, പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ വകവരുത്താൻ വന്നിരിക്കാന്ന് പേടിച്ച് അദ്ദേഹം ഓടി വന്നു. എന്താ ചെയ്യുന്നത്, എന്താ നോക്കുന്നത് ചോദിച്ചു. അപ്പോൾ ആ കിടക്കുന്ന വ്യക്തിയുടെ മുഖം ശ്രദ്ധിച്ചതാണ്. കാരണം ഈ മരച്ചുവട്ടിൽ നബിമാരല്ലാതെ കിടക്കുകയില്ല. ഈ സംഭവം കൂടി ആയപ്പോ മൈസറക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരാളല്ല, എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മൈസറ ഉറപ്പിച്ചു. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മക്കത്തെത്തി. ലാഭം ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. പിന്നീട് ഈ സംഭവങ്ങളൊക്കെ മൈസറ മുഖേന ഖദീജ റളിയല്ലാഹു അൻഹ അറിയാൻ. ഖദീജ റളിയല്ലാഹു അൻഹ മൈസറ മുഖേന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ആ വിശ്വസ്തതയും അതുവരെ ഇല്ലാത്ത രീതിയിൽ കച്ചവടത്തിലുള്ള ലാഭവും ഖദീജ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു. ഇതൊരു സാധാരണ വ്യക്തിയല്ല, എന്തോ ഒരു പ്രത്യേകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്.
ആ സത്യസന്ധതയും വിശ്വസ്തതയൊക്കെ വല്ലാതെ ബോധിച്ചു ഖദീജ റളിയല്ലാഹു അൻഹക്ക്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ പ്രണയമൊന്നും ആയിരുന്നില്ല. അത് ഈ സൂഫികൾ പാട്ടുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചൊക്കെ പാടുന്ന സന്ദർഭത്തിൽ സൂഫികൾ അങ്ങനത്തെ കുറെ വരികളും കുറെ വിശേഷണങ്ങളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിൽ പറയുന്നുണ്ട്, ഉപയോഗിക്കുന്നത്. അത് തീർത്തും തെറ്റാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലത്തെ പ്രണയമോ അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലിനോട്. മറിച്ച് ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ ആ രീതിയിലുള്ള ഒരു ആകർഷത, അതാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തോന്നുന്നത്. അതാണ് ആ വിശ്വസ്തതയും സത്യസന്ധതയും. അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്ന ആ ബോധത്തോടു കൂടിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹാഭ്യർത്ഥന നടത്തിയത്. അങ്ങനെ അബൂ താലിബാണ് ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അബൂ താലിബിന്റെ കീഴിലാണ് വിവാഹം നടക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് അന്ന് 40 വയസ്സായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സായിരുന്നു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട അഭിപ്രായമാണ് 40ഉം 25ഉം. അങ്ങനെ വിവാഹം നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു. അന്നൊന്നും അല്ലാഹുവിന്റെ റസൂലായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ മക്കളും ഉണ്ടായത് ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രയും സ്നേഹിച്ച, അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു പിന്നീട് ഖദീജ. അബൂ താലിബിന്റെ മരണശേഷം എല്ലാ രീതിയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. പണ്ഡിതന്മാർ പറയും, ഖദീജ നിസ്ഫുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നേരെ പകുതിയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആദ്യം വന്ന് പറയുന്നത് ഖദീജ. നമുക്കത് ആ സംഭവം ഇങ്ങനെ റസൂൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പോകാം. അതിനിടയിൽ ഖദീജ റളിയല്ലാഹു സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പെൺമക്കൾക്ക് ഏറെ ഗുണപാഠങ്ങളുള്ള ഒരു ജീവിതമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നിങ്ങൾ വായിക്കണം, നിങ്ങൾ അറിയണം ആരായിരുന്നു മഹദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സ്നേഹിച്ച് റസൂലിന്റെ കൂടെ ജീവിച്ചു. ആദ്യമായിട്ട് നുബുവത്ത് കിട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം ഖദീജയോടാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അത് വിശ്വസിച്ചു, അംഗീകരിച്ചു. ആദ്യത്തെ ഈമാനുള്ള ആൾ. ഇസ്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അതാണ് അപ്പം ഭൂമി ലോകത്ത് മുസ്ലിമായിട്ട് അന്ന് ജീവിച്ചത്, റസൂലിന്റെ ശരീഅത്തിൽ മുസ്ലിമായിട്ട് ജീവിച്ചത് രണ്ടേ രണ്ടാൾ. ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ, രണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ. അതാണ് നിസ്ഫുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പകുതിയാണെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. ശേഷം അള്ളാഹിന്റെ റസൂലിന് താങ്ങും തണലുമായിരുന്നു. സമ്പത്ത് കൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ സഹായിച്ചു, സമാധാനിപ്പിച്ചു, റസൂലിന്റെ കൂടെ നിന്നു. അള്ളാഹിന്റെ റസൂൽ വലിയ ഇഷ്ടമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയോട്. ഖദീജ നമ്മുടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഖദീജ, ഇത് ഖദീജയാണ്. ഖദീജക്ക് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞയച്ചിട്ട് ജിബ്രീലിൽ നിന്ന്. ജിബ്രീൽ അറിയിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഖദീജനോട് പറയണം അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്. വസലാമും മിന്നി, എന്റെ ഭാഗത്തു നിന്ന് ഒരു സലാം ഖദീജയെ അറിയിക്കണം. പ്രിയമുള്ള മക്കളെ, അത്രയും സ്ഥാനം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹുവിന്റെ മരണശേഷം എപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കുമായിരുന്നു, എപ്പോഴും പറയുമായിരുന്നു. ഒരു സമയം ആയിഷ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. റസൂൽ ഇങ്ങനെ ഖദീജ റളിയല്ലാഹുവിനെ പറ്റി പറയുകയൊക്കെ ചെയ്യുന്നപ്പോ മഹദി പറഞ്ഞു, ഖുറൈശി തറവാട്ടിലെ പല്ലുകൾ കൊഴിഞ്ഞ ഈ കിഴവിയെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഓർക്കുന്നത്? അതിനേക്കാൾ നല്ല ഭാര്യമാർ താങ്കൾക്കില്ലേ?
സ്വാഭാവികമായിട്ടും ഒരു ഭാര്യ എന്ന രീതിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ച സംസാരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജ, എല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ എൻ്റെ ഖദീജ എന്നെ സത്യപ്പെടുത്തി. എല്ലാവരും എന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ ഖദീജ എന്നെ സമാധാനപ്പെടുത്തി. എല്ലാവരും എന്നെ മാറ്റി നിർത്തിയപ്പോൾ എൻ്റെ ഖദീജ എന്നെ ചേർത്ത് പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജയിലൂടെ എനിക്ക് മക്കളെ നൽകി. മറ്റൊരാളിലൂടെയും എനിക്ക് അല്ലാഹു മക്കളെ നൽകിയിട്ടില്ല. മറ്റു ഭാര്യമാരിൽ നിന്നും മക്കളെ നൽകിയിട്ടില്ല. അടിമ സ്ത്രീയിൽ നിന്നാണ് പിന്നെ ഇബ്രാഹിം എന്ന മകനുണ്ടായത്. അതായിരുന്നു എനിക്ക് ഖദീജ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലെ മാപ്പാക്കണം. ആ രീതിയിൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു. നുബുവത്തിന്റെ ആരംഭ കാലഘട്ടം പേടിച്ചരണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വന്നത് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. എന്തിന്? സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ. കാരണം ഒരാണിന് സമാധാനം നൽകേണ്ടത് പെണ്ണാണ്, ഭാര്യയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ വന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിനെ സമാധാനിപ്പിച്ചു. എന്നിട്ടാണ് പിന്നെ മറ്റുള്ള കാര്യം. നമുക്ക് അത് എന്ത് ചെയ്യാം, വഹീന്റെ ആരംഭത്തിൽ ഘട്ടഘട്ടമായി പോകുമ്പോൾ വഹീന്റെ ആരംഭത്തിൽ ആ സംഭവം വിശദീകരിക്കാം. ഏത് സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും അതൊക്കെ തരണം ചെയ്ത് പരിഹരിച്ച് റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഷിഅബ അബീ ത്വാലിബിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിം കുടുംബം ബഹിഷ്കരിക്കപ്പെട്ടു. അല്ലാഹു റസൂലിന്റെ കൂടെ ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ദീനിന് വേണ്ടിയിട്ട് സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു. ആ ഷിഅബ അബീ ത്വാലിബിലെ 3 വർഷത്തെ നരക ജീവിതം, പ്രയാസങ്ങൾ അനുഭവിച്ച, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, ഖുറൈശികളാൽ ബഹിഷ്കരിക്കപ്പെട്ട് തിന്നാൻ പോലും ഇല്ലാതെ ആ മലഞ്ചെരുവിൽ 3 വർഷക്കാലം ഹാഷിം കുടുംബം ജീവിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ ആ 3 വർഷം കഴിഞ്ഞ് വിലക്ക് കഴിയുമ്പോഴേക്കും ക്ഷീണിതയായിരുന്നു, അവശ നിലയിലെത്തി, പ്രായം അധികരിച്ചു. ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചു. അങ്ങനെ അതിനുശേഷമാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ റസൂല് ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അതുപോലെ തന്നെ അബൂ താലിബും മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരാ ദുഃഖത്തിലേക്ക് അത്രയും പ്രയാസപ്പെട്ടു. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ചരിത്രത്തിൽ ആ വർഷം അറിയപ്പെടുന്നത്. ബിഅ്സത്തിന്റെ മുമ്പ് അല്ല, ബിഅ്സത്തിന് ശേഷം. അപ്പൊ ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. ഇപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു, ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളുണ്ടായി. അതിനുശേഷം 40-ാമത്തെ വയസ്സിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ റസൂലിന്റെ നുബുവത്ത് മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിക്കുന്നത് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട പ്രവാചകനെ സംബന്ധിച്ച് അറിയാനും ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.